മുമ്പ് കൊൽക്കത്തയിലെ ഒരു വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്ത് ഒട്ടേറെ പ്രൊട്ടസ്റ്റിന് വഴിവെച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് അസംബ്ലി ഒരു ലോ അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ലിന്റെ പേരാണ് അപരാജിത ബിൽ അല്ലെങ്കിൽ ആന്റി റേപ്പ് ബിൽ എന്ന് പറയുന്നത്. ഈ ബില്ലിലെ പ്രധാന മാറ്റം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇരയാക്കപ്പെട്ട പെൺകുട്ടി മരണപ്പെടുകയോ വെജിറ്റേറ്റീവ് കോമ സ്റ്റേജിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രതിക്ക് എന്തായാലും വധശിക്ഷ ലഭിക്കും. ഇത് കൂടാതെ റേപ്പ് പോലത്തെ കേസിൻ്റെ അകത്ത് പ്രതികൾക്ക് എന്തായാലും ജീവപര്യന്തം വരെ തടവും അത് പരോളില്ലാതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. റേപ്പ് പോലത്തെ കേസുകളിനകത്ത് അന്വേഷണം 21 ദിവസം കൊണ്ട് പൂർത്തിയാക്കി കോടതികൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കണം. വേറൊരു മാറ്റം എന്ന് വിചാരിച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികളായിരിക്കും ഇതുപോലത്തെ ട്രയലൊക്കെ കണ്ടക്ട് ചെയ്യുക. ഈ നിയമം വെസ്റ്റ് ബംഗാളിലെ സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കിയിട്ടുണ്ട്. ഇനി അവിടുത്തെ ഗവർണറും അതുപോലെ പ്രസിഡന്റും ഒപ്പുവെക്കണം. എന്നാൽ മാത്രമാണ് ഈ നിയമം നിലവിൽ വരുള്ളൂ.